സുഹൃത്തുക്കളെ, തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ലോക വനിതാ ദിനാചരണത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു പത്രസമ്മേളനമാണ്. ഇതിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് എ ഡി ബെന്നി പ്രസിഡന്റ്, കെ ജി ജയപ്രകാശ് സെക്രട്ടറി, രാജൻ നിലവത്തൂർ കോർഡിനേറ്റർ, ഡേവിസ് കണ്ണമ്പുഴ വൈസ് പ്രസിഡന്റ്, ബി മാധവിക്കുട്ടി ജോയിന്റ് സെക്രട്ടറി. മാർച്ച് 8 ലോക വനിതാ ദിനാചരണമാണ്. എല്ലാ വർഷവും ഇത് ആചരിച്ചു പോരുന്നുണ്ട്. സാംസ്കാരിക അക്കാദമിയും ഇതിനു മുന്നേ ഈ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇത്തവണയും അത് വിപുലമായ രീതിയിൽ നടത്തുവാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, വനിതകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എത്ര ദിനം ആചരിച്ചാൽ പോലും ഇന്നും വനിതകൾ പല രീതിയിലും അവർ പുറകിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒറ്റപ്പെട്ട ചില വിഷയങ്ങളൊക്കെ തന്നെ പർവ്വതീകരിച്ചുകൊണ്ട് സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു രീതി ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ശക്തമായിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും വനിതകളെ സംബന്ധിച്ച് അവരെ ഗാഡിയ എന്ന് പറയാൻ കഴിയുകയില്ല. അവർ തുല്യമായി നിലനിൽക്കേണ്ട ആളുകളാണ്. സാംസ്കാരിക അക്കാദമി നിർവഹിക്കാനുള്ള ധർമ്മം സമൂഹത്തിലെ ശക്തരായ വനിതകളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരെ സമൂഹത്തിൽ ഒന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൃത്യമാണ് ഈ വർഷത്തെ ചടങ്ങിലൂടെ നിർവഹിക്കുന്നത്. അപ്പൊ അത് ആഘോഷിക്കുന്നത് ഈ ലോക വനിതാ ദിനം 2026 മാർച്ച് 8 കാലത്ത് പ്രസ് ക്ലബ് ഹാളിലാണ്. പ്രസ് ക്ലബ് ഹാളിൽ MR നായർ ഹാളിലാണ് അത് ആഘോഷിക്കുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആദര സമർപ്പണം നടത്തുന്നത് സ്വർണ്ണമുഖിയുടെ MD ശ്രീ KP മനോജ് കുമാറാണ്. ഈ ചടങ്ങിൽ ചെയ്യുന്ന കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായ ഗ്രാമീണ വനിതാ കൂട്ടായ്മയായ കിള്ളിമംഗലം പുൽപ്പായ നിർമ്മാണ വനിതാ സഹകരണ സംഘം വളരെ ജനകീയമായ രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ്. ആ സംഘടനയ്ക്ക് സാംസ്കാരിക അക്കാദമിയുടെ പ്രഥമ വനിതാ മിത്രം പുരസ്കാരം നൽകുന്ന ചടങ്ങുണ്ട്. 10,000 രൂപയും ഫലകവുമാണ് അവർക്ക് സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വളരെ പ്രതിദാനം ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുള്ള സ്ത്രീകൾ, അവരെ ആദരിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പമുണ്ട്. ആദരിക്കപ്പെടുന്ന വ്യക്തികളുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള ബ്രോഷറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർക്ക് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ ഈ ചടങ്ങ് ഈ ഹാളിൽ തന്നെ, നമ്മുടെ മുകളിലുള്ള ഹാളിലാണ് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഈ ചടങ്ങിന് വേണ്ടത്ര പ്രാധാന്യം നൽകിക്കൊണ്ട് അത് പ്രസിദ്ധീകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തന്നെയുമല്ല, ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. സ്റ്റേറ്റിൽ സഞ്ചരിക്കാൻ ഇടവന്ന ഒരാളെന്ന നിലയിൽ ഒരു അഭിപ്രായം പറയാണ്. ഇന്ത്യയിൽ 73 കോടി വനിതകൾ. പക്ഷെ നമ്മളൊക്കെ തൃശ്ശൂർ കോളേജും അതുപോലെ അതിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് മഹാ ഉന്നതമായ രീതിയിലേക്ക് വനിതകളെ കൊണ്ടുപോകുന്നു എന്നത് വൃഥാ ഒരു സങ്കല്പമാണത്. വാസ്തവത്തിൽ ഇന്ത്യൻ വനിതാ ജനത്തിൻ്റെ ഒരു 2% പോലും ഇന്ത്യ ഗവൺമെൻറ്റിനും ഇവിടെ എല്ലാതരം ഭരണകൂടങ്ങൾക്കും ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതൊരു സത്യമാണ്. അനുഭവത്തിലൂടെ ഒരു 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 വ്യാപകമായൊരു സഞ്ചാരം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ കാണാം ഇന്ത്യൻ വനിതകൾ, ഇന്ത്യൻ കർഷക ജനത, ഇന്ത്യൻ തൊഴിലാളി വർഗം എവിടെ നിൽക്കുന്നു. ഞാനങ്ങനെ ഒന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രം. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇവിടെ പുൽപ്പായ നിർമ്മാണം. അവർക്ക് വടക്കാഞ്ചേരിയുടെ പരിസരങ്ങളിൽ നിന്നൊക്കെ ഈ പുല്ല് കിട്ടും. അതുകൊണ്ടൊന്ന് മടയുന്ന രീതി ഇരുന്ന് അവരത് ചെയ്യുന്നു. ആ ഒരു ഉദാഹരണത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൊത്തമായ വനിതാ ലോകത്തെ ഞങ്ങൾ കാണുകയാണ് ഈ സംഘം.